ഇമ്പോർട്ടൻറ്റ്, പിന്നെ വിത്ത് മൊഡാലിറ്റീസ്, പിന്നെ സാധാരണയുള്ള പെർട്ടിക്കുലർ സിംറ്റംസ്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, ഞാൻ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ, ഞാൻ ടൈം പോകുന്നു വിചാരിച്ചിട്ടാണ്. ക്രോസ് റെഫറൻസ് ഫോർ ഹ്യൂമറസ് എന്ന് പറഞ്ഞത് ജസ്റ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജസ്റ്റിങ്ങിലാണ് ഹ്യൂമറസിൻ്റെ ക്രോസ് റെഫറൻസ് കൊടുത്തിട്ടുള്ളത്. Grade given by Ken, huge provers, confirmed by reproving and occasionally verified clinically. ഇത് വെരിഫൈഡ് ക്ലിനിക്കലി എന്നല്ല, ഒക്കേഷണലി വെരിഫൈഡ് ക്ലിനിക്കലി. ഇത് ഏതാണ്, ഏത് ഗ്രേഡാ? Few provers. Second grade. Yes, it is the second grade. Who compared rubric found in TPB not in Kent? കെൻഡിൽ ഇല്ലാത്ത റൂബ്രിക്ക് ടി പി ബിയിൽ ഉള്ളത് മാത്രം എടുത്തിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് ഒരു ബുക്ക്. അതാരാ എഴുതിയത്? ഹു കമ്പയർ ദ റൂബ്രിക് ഫൗണ്ട് ഇൻ ടി പി ബി നോട്ട് ഇൻ കെൻറ്റ്. നമ്മൾ പറഞ്ഞു അമാറ്റീവ്നെസ്സും മിസ്ട്രസ്റ്റും ഒന്നും കെൻഡിലില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ റൂബ്രിക് ഒക്കെ എടുത്ത് എഴുതിയ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാസ് ദ ഓർഡർ? അതിന്റെ ഓർഡർ ആരാണ്? Elizabeth Wright. It's the Elizabeth Wright. Then STMA arrangements given by Julia Minerva Green. നമ്മൾ ചാപ്റ്ററിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. മൈൻഡ് നമുക്ക് ഏറ്റവും അവസാനം എടുക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈൻഡ് വിട്ടിട്ട് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള വെർട്ടേഗോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വെർട്ടേഗോ ചാപ്റ്റർ നോട്ട് ആൽഫബറ്റിക്കൽ. നീലിമ ഡോക്ടറെ ടൈം ആയോ ഒന്ന് അറിയിക്കണേ. ഓക്കെ ഡോക്ടർ, 8:30 വരെ എടുത്തോളൂ. അപ്പോൾ അതിന്റെ 8:30 വേറെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു 5 മിനിറ്റ്സ് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വെർട്ടേഗോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ആൽഫബറ്റിക്കൽ ചാപ്റ്റർ ബിക്കോസ് ദ ഫസ്റ്റ് റൂബ്രിക് ഇൻ ദ വെർട്ടേഗോ ചാപ്റ്റർ ഏതാണ്? വെർട്ടേഗോ തന്നെയാണ് അല്ലേ? വെർട്ടേഗോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ആൽഫബറ്റിക്കൽ ചാപ്റ്റർ. ഫസ്റ്റ് റൂബ്രിക് വെർട്ടേഗോ ആണ്. ലാസ്റ്റ് റൂബ്രിക് ആണ് യോണിങ്. യോണിങ് നമുക്ക് സ്ലീപ്പിലും കിട്ടും കേട്ടോ. സ്ലീപ്പിലുള്ള റൂബ്രിക്കിലാണ് കൂടുതലായിട്ട് മെഡിസിൻ ഉള്ളത്. പിന്നെ സിങ്കോപ്പ് എന്ന് പറഞ്ഞ റൂബ്രിക് നമുക്ക് വെർട്ടേഗോയിൽ കിട്ടും. ഇൻടോക്സിക്കേറ്റഡ് ആസിഫ് എന്ന് പറഞ്ഞത് വെർട്ടേഗോയിൽ കിട്ടും. ഇൻടോക്സിക്കേഷൻ ആഫ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ അത് ജനറാലിറ്റീസിലാണ് കിട്ടുക. പിന്നെ റീലിംഗ് എന്ന് പറഞ്ഞ റൂബ്രിക്, സ്റ്റാഗറി എന്ന് പറഞ്ഞ റൂബ്രിക്, അങ്ങനത്തെ ഒക്കെ കിട്ടുന്നത് നമുക്ക് വെർട്ടേഗോയിലാണ്. ഇതൊക്കെ നമുക്ക് ടി പി ബിയിലും BBC-Rലൊക്കെ എവിടെ കിട്ടിയത്? റീലിംഗും സ്റ്റാഗറിങ്ങും ഒക്കെ സെൻസേഷനിലാണ് കിട്ടിയത് അല്ലേ? സെൻസേഷൻ SNC ചാപ്റ്ററിലല്ലേ കിട്ടിയത്. പക്ഷെ ഇവിടെ അത് വെർട്ടേഗോ എന്നുള്ള ചാപ്റ്ററിലാണ്. പിന്നെ ചൈൽഡ് ഗ്രാബ്സ് ദ നേസ് വെൻ ക്യാരീഡ്. ഇത് എപ്പോഴും ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഏത് ചാപ്റ്ററിലാണ് നമുക്ക് അറിയില്ല. ഇതൊരു റൂബ്രിക് ആണ് നമ്മുടെ വെർട്ടേഗോ ചാപ്റ്ററിലെ. ചൈൽഡ് ഗ്രാബ്സ് ദ നേസ് വെൻ ക്യാരീഡ് ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ആണ്. അത് ഉള്ളത് വെർട്ടേഗോ ചാപ്റ്ററിലാണ്. അതിൽ ചൈൽഡ് എന്നുള്ള റൂബ്രിക് ആണ്. Child grabs the nails when carried. It is in the vertigo chapter. Then chronic vertigo with one-sided headache. Chronic vertigo എന്നുള്ളതിന്റെ റൂബ്രിക് എന്ന് പറഞ്ഞത് വെർട്ടേഗോ ചാപ്റ്ററിൽ ക്രോണിക് എന്ന റൂബ്രിക് ആണ്. വെർട്ടേഗോ ചാപ്റ്ററിൽ ക്രോണിക്. Then falling unconscious from hypotension. അത് സിങ്കോപ്പിന്റെ, നമ്മൾ എന്താണ് സിങ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോടെൻഷനായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് എന്നാണ് നമ്മൾ പറയുക സിങ്കോപ്പ് എന്ന് പറഞ്ഞത്. സിങ്കോപ്പ് എന്നുള്ളത് ഡയറക്റ്റ് റൂബ്രിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ സിങ്കോപ്പ്, റീലിംഗ്, ചൈൽഡ് ഗ്രാബ്സ് ദ നേസ് വെൻ ക്യാരീഡ്, പിന്നെ വെർട്ടേഗോ ക്രോണിക്. ഇതിൽ മെയിനായിട്ട് വെർട്ടേഗോയിലുള്ള ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വെർട്ടേഗോ വരിക, അതായത് ഹൗസിൻ വീട്ടിലുള്ള സമയത്ത് വെർട്ടേഗോ വരിക, അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോസ് ഓഫ് ഫ്ലൂയിഡ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഡ്യൂറിങ്, അല്ലെങ്കിൽ ലുക്കിംഗ് ഇൻ ടു മിറർ, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ തന്നിട്ട് വിത്ത് ഇൻ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റൂബ്രിക് അധികം ഉള്ളത്. അപ്പോൾ മിറർ ഇൻ, ഒബ്ജക്ട്സ് ലുക്കിംഗ്, പിന്നെ ഓർഡർ ഓഫ് ഫ്ലവേഴ്സിന്റെ ഓർഡർ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് വെർട്ടേഗോ വരിക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ റീലിംഗ്, സ്റ്റാഗറിങ് ഒക്കെ വേറെ വേറെ റൂബ്രിക്സ് ആണ്. പിന്നെ ഒരു സെൻസേഷൻ, വാൾസ് ഓഫ് ഹൗസ് സീം ടു ഫാളിങ് ഓൺ ഹെർ. അതായത് ചുറ്റുള്ള ചുമരൊക്കെ നമ്മുടെ തലയിൽ വീഴുന്ന പോലെയുള്ള ഫീലിംഗ്. ഇങ്ങനത്തെ റൂബ്രിക്സ് ഒക്കെ നമുക്ക് വെർട്ടേഗോയിലാണ് കിട്ടുക കേട്ടോ. പിന്നെ വാഷിംഗ് ഫീറ്റ് വാഷ് ചെയ്യുമ്പോൾ വെർട്ടേഗോ വരിക. എക്സ്ക്യൂസ് മീ 1 minute, I have a call, just attend and keep. Hello.
ഹലോ. കേൾക്കാം ഓക്കെ കേൾക്കാം ഡോക്ടറെ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ കുറച്ചുള്ള വെർട്ടിഗോ എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ഇതിൽ ആലോചിക്കേണ്ടത് സിങ്കോപ്പ്, റീലിംഗ്, ചൈൽഡ് ഗ്രാഫ്സ് ദ നെസ് വെൻ ക്യാരിഡ്, വെർട്ടിഗോ ക്രോണിക്, അങ്ങനത്തെ കുറച്ച് റൂബിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ആലോചിക്കാനുള്ളത് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് വെർട്ടിഗോ വരുന്നത്, അതൊക്കെ അതിലൊരു മൊഡാലിറ്റീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. കണ്ടിന്യൂസ്, അതായത് കണ്ടിന്യൂസ് വെർട്ടിഗോ വരുന്നത്. ഹെഡ് ഏക്ക് ഡ്യൂറിങ്, ഹെഡ് ഏക്കിൻ്റെ സമയത്ത് വെർട്ടിഗോ വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെഡ് ഏക്ക് എന്നുള്ള റൂബ്രിക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടെ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ചാപ്റ്ററിലായിരിക്കും? ഹെഡിൽ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ടോ? നമ്മളെങ്ങനെ മൈഗ്രെയിനൊക്കെ റൂബ്രിക് എടുക്കാറ്? ഹെഡ് പെയിൻ അങ്ങനെ പറഞ്ഞിട്ടല്ലേ റൂബ്രിക് എടുക്കാറ്? ഇപ്പൊ ഹെഡിൽ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞ റൂബ്രിക് ഹെഡിലില്ല. പക്ഷെ വെർട്ടിഗോയിൽ നമുക്ക് ഇങ്ങനെ ഒരു റൂബ്രിക് ഉണ്ട്, ഹെഡ് ഏക്ക് ഡ്യൂറിങ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഹെഡ് ഏക്ക് എന്നുള്ള റൂബ്രിക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വെർട്ടിഗോ ചാപ്റ്ററിലാണെന്ന് പറയാം. അതുപോലെ കണ്ടിന്യൂസ് എന്നുള്ള റൂബ്രിക് വേറെ എവിടെ ഇല്ല, വെർട്ടിഗോയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ വെർട്ടിഗോന്റെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹൗസിൻ, ലുക്കിംഗ് ടു മിറർ, ലോസ് ഓഫ് ഫ്ലൂയിഡ്സ്, മെഡിറ്റേഷൻ, ഒബ്ജക്റ്റ്, ഓർഡർ ഓഫ് ഫ്ലവേഴ്സ്, അങ്ങനെ പറഞ്ഞ കുറേ മൊഡാലിറ്റീസ് ഒക്കെ വെർട്ടിഗോ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീലിംഗ് മറക്കരുത്, സിങ്കോപ്പ് മറക്കരുത്, ചൈൽഡ് ഗ്രാഫ്സ് ദ നെസ് വെൻ ക്യാരിഡ്. അത് എപ്പോഴും ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് സെക്കൻഡ്. ഡോക്ടറെ, വെർട്ടിഗോ ക്രോണിക് മൈഗ്രെയിൻ എടുക്കാൻ പറ്റുമോ റൂബ്രിക്? ഇങ്ങനെ ഒരു ഓർമ്മ ലെക്ചർ ക്ലാസ്സിൽ പണ്ട് ഇല്ല, മൈഗ്രെയിൻ നമുക്ക് ശരിക്കും ഹെഡ് പെയിൻ എന്നുള്ള പോലെ തന്നെ റൂബ്രിക് ഉണ്ട്. വെർട്ടിഗോ ആണോ? ക്രോണിക് Vertigo എന്നുള്ളതിൽ chronic മൈഗ്രെയിൻ എടുക്കാൻ എങ്ങനെ? വെർട്ടിഗോ ക്രോണിക് മൈഗ്രെയിൻ എടുക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, ഇതിൽ പക്ഷെ വെർട്ടിഗോ ക്രോണിക്കിലുള്ള സബ് റൂബ്രിക് ആണ് വിത്ത് വൺ സൈഡഡ് ഹെഡ് ഏക്ക് എന്നുണ്ട്. വേണമെങ്കിൽ മൈഗ്രെയിൻ്റെ സമയത്ത് വൺ സൈഡഡ് ഹെഡ് ഏക്കിന്റെ സമയത്ത് അവർക്ക് വെർട്ടിഗും കൂടി ഉണ്ടെങ്കിൽ ആ റൂബ്രിക് എടുക്കാം. അതായത് ക്രോണിക് വെർട്ടിഗോ എന്നുള്ളത് വെർട്ടിഗോ ക്രോണിക് ഉണ്ടെങ്കിൽ അതിന്റെ സബ് റൂബ്രിക് ആയിട്ടാണ് വിത്ത് വൺ സൈഡഡ് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വെർട്ടിഗോന്റെ സമയത്ത് അവർക്ക് ഹെഡ് ഏക്കിന്റെ സമയത്ത് അവർക്ക് ഒരു വെർട്ടിഗും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റൂബ്രിക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഹെഡിൽ നമുക്ക് ഹെഡ് പെയിൻ എന്ന് പറഞ്ഞിട്ട് മൈഗ്രെയിൻ ഒരുപാട് മെഡിസിൻസ് വരുന്നുണ്ട്. ഹെഡിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട് നമുക്ക് ആദ്യം പഠിച്ചു വെക്കണം. ഫോർ ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിംറ്റംസും ഹെഡിൽ കിട്ടും. അതുപോലെ ഓസിപ്പുട്സ്, പിന്നെ സൈഡ് വെർട്ടെക്സ് റിലേറ്റഡ് ആയിട്ട്, എക്സെപ്റ്റ് അതായത് നമ്മുടെ സ്കള്ളിന്റെ എല്ലാ പോർഷനാണ് പറയുന്നത്. പക്ഷെ സ്കള്ളിന്റെ മാസ്റ്റോയിഡ് പ്രോസസ്സിന്റെ പോർഷനും പീറ്റേഴ്സ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോണിന്റെ പോർഷനും എന്തിൽ ഹെഡിൽ കവർ ചെയ്യുന്നില്ല. ആ രണ്ട് ബോണിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരീസ്, അവിടുത്തെ എക്സോസ്റ്റോസിസ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇയർ ചാപ്റ്ററിലാണ്. അതായത് മാസ്റ്റോയിഡ് പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും പീറ്റേഴ്സ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോണിന്റെ ഈ ബോണിന്റെ പ്രശ്നങ്ങളും, അതായത് ക്യാരീസ് എന്താണെങ്കിലും അത് ആ ഒരു സിംറ്റംസ് ഒക്കെ നമുക്ക് കിട്ടുക ഹെഡിലല്ല, അത് നമുക്ക് കിട്ടുന്നത് ഇയർ ചാപ്റ്ററിലാണ്. അപ്പം അത് മാത്രം, ബാക്കി എല്ലാ സ്കള്ളിലുള്ള എല്ലാ ബോൺസും വരുന്നത് ഹെഡ് ചാപ്റ്ററിലാണ്. ഹെഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള റൂബിക്സ് ഒക്കെ നമുക്ക് ഹെഡിൽ കിട്ടും. അതായത് ബാൽഡ്നെസ് ആണെങ്കിൽ ഹെയർ ബാൽഡ്നെസ് അല്ലേ, അങ്ങനെ റൂബ്രിക് കിട്ടും. പിന്നെ ഓപ്പൺ ഫോണ്ടനൈൽസ് ഓപ്പൺ ആയിട്ടുള്ളതിന് ഓപ്പൺ എന്നാണ് റൂബ്രിക്. ഹെഡിൽ ഓപ്പൺ ഫോണ്ടനൈൽസ് ആണ് റൂബ്രിക്. പിന്നെ ഡാൻഡ്രഫ് എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലബെല്ല, സ്കാൽപ്പ്, ഹെയർ മാർജിൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഹെഡിലാണ്. ഈ ഗ്ലബെല്ല, സ്കാൽപ്പും ഹെയർ മാർജിനും ഒക്കെ വരുന്നത് ഓരോ റൂബ്രിക്കിന്റെ അടിയിലായിരിക്കും. ഇപ്പൊ പേഴ്സ്പിറേഷൻ സ്കാൽപ്പ് എന്നുള്ളത് ഹെഡ്, പേഴ്സ്പിറേഷൻ സ്കാൽപ്പ്, അവിടെ സ്കാൽപ്പ് വന്നു. ഇപ്പൊ ഗ്ലബെല്ല ആണെങ്കിൽ ഹെഡ് ഇൻഫ്ലമേഷൻ ഗ്ലബെല്ല, അല്ലെങ്കിൽ ഹെഡ് സ്വെല്ലിംഗ് ഗ്ലബെല്ല, അപ്പൊ ഗ്ലബെല്ല അവിടെ വന്നു. പിന്നെ ഹെയർ മാർജിനിൽ ഹെഡ് ഇറപ്ഷൻ, ഹെയർ മാർജിൻ ഓൺ, അങ്ങനത്തെ ഓരോ സിംറ്റംസിന്റെ താഴെ, അതായത് ഡിസ്ചാർജസ്, ഇറപ്ഷൻസ്, സ്വെല്ലിങ്, ഡിസ്കളറേഷൻ, അങ്ങനെയുള്ള ഓരോ മെയിൻ റൂബിക്സിന്റെ താഴെ ഇങ്ങനെ ഗ്ലബെല്ല, സ്കാൽപ്പ്, ഹെയർ മാർജിൻ, ഫോർഹെഡ്, ഓസിപ്പുട്ട്, വെർട്ടെക്സ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ലൊക്കേഷൻ റൂബിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഹെഡിൽ ഇങ്ങനത്തെ സിംറ്റംസ് കിട്ടുന്നത്. പിന്നെ ഡിഫിക്കൽട്ട് കോം ഹെയർ ഇൻ ഷേപ്പ് എന്നുള്ളതിനെ എടുക്കുന്ന റൂബ്രിക്കാണ് ഹെഡ്, ഹെയർ, ബ്രിസ്ലിംഗ്. അപ്പോൾ ഹെഡാണ് ചാപ്റ്റർ, ഹെയർ എന്നുള്ള റൂബ്രിക്ക്, ബ്രിസ്ലിംഗ് എന്നുള്ളതാണ് സബ് റൂബ്രിക്ക്. പ്ലൈക്കാപ്പൊളോണിക്കൊക്കെ ഹെഡ്, ഹെയർ സ്റ്റിക്ക് ടുഗദർ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് BBCRലൊക്കെ പ്ലൈക്കാപ്പൊളോണിക്ക എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക്ക് കിട്ടുന്നതാണ്. പിന്നെ എക്സിമ ഇൻ മാർജിൻസ് ഓഫ് ഹെയർ, നമ്മൾ ഹെയർ മാർജിൻ പറഞ്ഞില്ലേ, അപ്പോൾ എക്സിമ ഇൻ മാർജിൻസ് ഓഫ് ഹെയർ എന്നുള്ളത് ഹെഡ്, ഇറപ്ഷൻ, എക്സിമ ഓൺ മാർജിൻസ് ഓഫ് ഹെയർ എന്നുള്ളതാണ് റൂബ്രിക്ക്. ഹെയർ ഫാൾസ് ഔട്ട് ആഫ്റ്റർ ഇറപ്ഷൻ വന്ന ഉടനെ തന്നെ ഫാൾസ് ഔട്ട് ചെയ്യുന്നത് ഹെഡ്, ഇറപ്ഷൻ, മോയിസ്റ്റ്,
അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ ഇറപ്ഷൻ, ഡിസ്ചാർജിങ്, ഡിസ്ട്രോയിങ് എന്നുള്ളത് എടുക്കാം. ഈ 2 റൂബ്രിക്കും ഹെയർ ഫാൾസ് ഔട്ട് ആഫ്റ്റർ ഇറപ്ഷൻ എന്നുള്ളത് അതിന്റെ റൂബ്രിക്കാണ് കേട്ടോ. നമുക്ക് സ്കിന്നിലും കിട്ടും, ഹെഡിലും കിട്ടും. പിന്നെ പ്രിമച്വർ ഗ്രേ ഹെയറിന് എടുക്കുന്ന റൂബ്രിക്കാണ് ഹെഡ് ഹെയർ ഗ്രേ ബിക്കംസ്. ഹെഡ് ഹെയർ ഗ്രേ ബിക്കംസ്. പിന്നെ ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ്. അപ്പം അത് കൊടുത്തു നോക്കൂ, ഫേസ് ചാപ്റ്ററിലാണ്. ഹെയർ ഗ്രോത്ത് ഓൺ ഫേസ് ചൈൽഡ് എന്നുള്ളത്, ചൈൽഡ് ഫേസ് എന്നുള്ള സബ് റൂബ്രിക്ക് കൊടുത്തിട്ടുള്ളത് ഫേസ്, ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ്, അങ്ങനെയാണ് റൂബ്രിക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഫൈൻഡ് ദ ചാപ്റ്റർ ആൻഡ് റൂബ്രിക് ഫോർ ദ സിംറ്റം ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഹെയർ അല്ലേ, ഹെയറിന്റെ ഫുൾ സിംറ്റം ഹെഡിലല്ലേ എന്നൊക്കെ വിചാരിച്ച് നോക്കണ്ട, അവിടെ ഇമ്പോർട്ടന്റ് ഫേസ് ആണ്. അപ്പൊ ഇങ്ങനെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെയാണ് നമ്മൾ ഒന്നുകൂടി എടുത്ത് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ചാപ്റ്റർ വരുന്നത് ഫേസ് ആണ്. ഫേസിൽ ഹെയർ എന്നുള്ള റൂബ്രിക്കിൽ ഗ്രോത്ത് ഓഫ് ഹെയർ ഓൺ ചൈൽഡ് ഫേസ് എന്നാണ് റൂബ്രിക്. പിന്നെ ഹെയർ ആൻഡ് ഫീക്കസ് എന്നാണ് നമുക്ക് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റൂളിൽ ഫിലമെന്റ്സ് എന്നുള്ള റൂബ്രിക്കാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. സ്റ്റൂളിൽ ഫിലമെന്റ്സ്. പിന്നെ സെൻസേഷൻ ഓഫ് ഹെയർ, നമുക്ക് ഹെയർ സെൻസേഷൻ ഉണ്ടെങ്കിൽ അത് ജനറാലിറ്റീസിൽ ഹെയർ സെൻസേഷൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ജനറാലിറ്റീസ് ഹെയർ സെൻസേഷൻ ഓഫ്. അപ്പോൾ ഹെയറിന്റെ റൂബ്രിക്സിനെ ഡിഫറെന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ഹെയർ ഓൺ വിസ്കേഴ്സ് ഹെയർ ഫോളോ ചെയ്യുന്നത് നമുക്ക് വേറെ ചാപ്റ്ററിലാണ് കിട്ടുക. അതുപോലെ തന്നെ അങ്ങനെ ഓരോ ലൊക്കേഷൻ വെച്ചിട്ട് ഹെയർ, അപ്പൊ ഹെയർ എന്നുള്ള റൂബ്രിക് എല്ലാ ചാപ്റ്ററിലും ഉണ്ടാവും എന്നുള്ളത് മനസ്സിൽ വെക്കാം. ഏത് പാർട്ടിൽ നിന്നാണ് ഹെയർ ഫോളോ ചെയ്യുന്നത് ആ ഒരു പാർട്ടിൽ വേണം അത് നോക്കാൻ. ജനറൽ ആയിട്ട് ഹെഡിലെ ഹെയർസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെഡ് ചാപ്റ്ററിൽ ഹെയറിൽ നോക്കുക. പിന്നെ പുൾസ് ദ ഹെയർ ഓഫ് ബൈസ്റ്റാൻഡേഴ്സ്. ഇവിടെ പുൾസ് ദ ഹെയർ ഓഫ് ബൈസ്റ്റാൻഡേഴ്സ്. ബൈസ്റ്റാൻഡേഴ്സിന്റെ ഹെയർ ആണ് അവിടെ പുൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ പുൾ ചെയ്യുക. നമ്മൾ വേറൊരാളെ ഹെയർ പിടിച്ച് വലിക്കുന്നത് നമുക്ക് ദേഷ്യം വന്നിട്ടാന്ന് ആലോചിക്കുക. അത് കിട്ടുന്നത് മൈൻഡിൽ റേജ് എന്നാണ് റൂബ്രിക്. അപ്പോൾ പുൾസ് ദ ഹെയർ ഓഫ് ബൈസ്റ്റാൻഡേഴ്സ് എന്ന റൂബ്രിക് നമുക്ക് കിട്ടുന്നത് മൈൻഡിൽ റേജ് എന്ന മെയിൻ റൂബ്രിക്കിന്റെ താഴെ സബ് റൂബ്രിക് ആയിട്ടാണ് പുൾസ് ദ ഹെയർ ഓഫ് ബൈസ്റ്റാൻഡേഴ്സ്. ഇനി പുൾസ് ഇസ് ഓൺ ഹെയർ ആണെങ്കിലോ നമ്മൾ സ്വന്തം മുടി റേഞ്ചിലൊന്നും വലിക്കൂലല്ലോ, മെല്ലെ സാവധാനല്ലേ വലിക്കുള്ളൂ. അപ്പോൾ പുൾസ് ഇസ് ഓൺ ഹെയർ ആണെങ്കിൽ മൈൻഡ് പുൾസ് എന്നാണ് അവിടുത്തെ റൂബ്രിക്. അപ്പൊ ഇത് പുൾസ് ദ ഇസ് ഓൺ ഹെയർ എന്നോ അല്ലെങ്കിൽ പുൾസ് ഹെയർ ഓഫ് ബൈസ്റ്റാൻഡേഴ്സ് എന്നോ ക്വസ്റ്റ്യൻ തരും. അതിന്റെ റൂബ്രിക്കും ചാപ്റ്ററും കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ മൈൻഡ് റേജ് എന്നുള്ളതാണ് ഹെയർ ഓഫ് ബൈസ്റ്റാൻഡേഴ്സ്. ഇസ് ഓൺ ഹെയർ ആണെങ്കിൽ മൈൻഡ് പുൾസ് ഇസ് ഓൺ ഹെയർ. ഇനി ബാൽഡ്നെസ് ഉള്ള റൂബ്രിക്, ബാൽഡ്നെസ് ആണ് നമുക്ക് എടുക്കേണ്ട റൂബ്രിക് എന്നുണ്ടെങ്കിൽ ഹെഡ് ഹെയർ ബാൽഡ്നെസ് എന്നാണ് റൂബ്രിക്. ഹെയർ ഫാളിങ് ആഫ്റ്റർ ഇറപ്ഷൻ നമ്മൾ സ്കിന്നിലും ഹെഡിലും പറഞ്ഞു. ഹെയർ സ്കിൻ മോയ്സ്ചർ ഡെസ്ട്രോയിങ് ആൻഡ് അങ്ങനെ പറഞ്ഞ റൂബ്രിക്കും അത് ഹെഡിലും കിട്ടും സ്കിന്നിലും കിട്ടും. ഇത് ഹെഡ് ഇറപ്ഷൻ മോയ്സ്ചർ, സ്കിൻ ഇറപ്ഷൻ ഡിസ്ചാർജിങ് ഡെസ്ട്രോയിങ്, ഇത് രണ്ടുമാണ് ഫാളിങ് ആഫ്റ്റർ ഇറപ്ഷൻ എന്നുള്ളതിന്റെ റൂബ്രിക് എടുക്കുന്നത്. പിന്നെ ഹെയർ ഫാളിങ് ഫ്രം ഐബ്രോസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൺസേൺഡ് ലൊക്കേഷൻ ചാപ്റ്റർ എടുക്കുക. ഇവിടെ ഐബ്രോസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഐയിലാണ്. ഐയിൽ ഹെയർ എന്നുള്ള റൂബ്രിക്കിൽ ഫാളിങ് ഫ്രം ഐബ്രോസ്. ഇനി ഹെയർ ഫാളിങ് ഫ്രം ഫേസ്, ഇവിടെ നമുക്ക് ചാപ്റ്റർ വരുന്നത് ഫേസ് ആണ്. അപ്പോൾ ഫേസിൽ ഫാളിങ് ഓഫ് വിസ്കേഴ്സ്, ഫേസിൽ ഫാളിങ് ഓഫ് വിസ്കേഴ്സ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഓരോ ലൊക്കേഷനും ഹെയർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൺസേൺഡ് ലൊക്കേഷനും കൂടെ നോക്കുക. പിന്നെ അനീമിയ ഓഫ് ബ്രെയിൻ എന്നുള്ളത് റൂബ്രിക്ക് കിട്ടുന്നത് നമുക്ക് ഹെഡിലാണ്. പിന്നെ സെഫാൽ ഹെമറ്റോമ എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. സെറിബ്രൽ ഹെമറേജ് ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. ഡാൻഡ്രഫ് ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. ഹൈഡ്രോസെഫാലസ് ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. സൺസ്ട്രോക്ക് ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. വെൻസ് പിന്നെ എല്ലാ ചാപ്റ്ററിലും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിലും നമുക്ക് വെൻസ് കിട്ടും. വാട്ട് ഈസ് വെൻസ്? എന്താണ് വെൻസ് എന്ന് പറയുന്നത്? സെബേഷ്യസ് സിസ്റ്റം. അതെ, സെബേഷ്യസ് സിസ്റ്റം. അപ്പൊ സെബേഷ്യസ് ഗ്ലാൻസ് ഉള്ള എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് കിട്ടും? വെൻസ് കിട്ടും. അപ്പൊ സ്കിന്നിലുണ്ടാവും, ഫേസിലുണ്ടാവും, അപ്പൊ ഹെഡിലുണ്ടാവും. അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പൊ വെൻസ് എന്നുള്ളത് ഇന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പറ്റൂല, അത് എല്ലാ ചാപ്റ്ററിലും ഉണ്ടാവും. അപ്പൊ അനീമിയ ഓഫ് ബ്രെയിൻ, സെഫാൽ ഹെമറ്റോമ, സെറിബ്രൽ ഹെമറേജ്, ഡാൻഡ്രഫ്, ഹൈഡ്രോസെഫാലസ്, സൺസ്ട്രോക്ക്. പിന്നെ നമ്മൾ ഓപ്പൺ ഫോണ്ടൻ ലൈൻസിൽ എന്തായിരുന്നു റൂബ്രിക്? ഓപ്പൺ എന്നാണ് റൂബ്രിക് കേട്ടോ. പിന്നെ മെനിഞ്ചൈറ്റിസിന് എങ്ങനെ റൂബ്രിക് എടുക്കാം? മെനിഞ്ചൈറ്റിസ് ഇൻഫ്ലമേഷൻ മെനിഞ്ചസ്, ഹെഡ് ഇൻഫ്ലമേഷൻ മെനിഞ്ചസ്. പിന്നെ ലൗസിനസ് എവിടെ കിട്ടുക? ലൗസിനസ്
സ്കിന്നിലാണ് Skin. ലൗസിനസ് കിട്ടുക. അപ്പൊ ഹെഡിൽ കിട്ടുന്നത് ലൈസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഹെഡിലും ലൗസിനസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് സ്കിന്നിലുമാണ് കേട്ടോ. പിന്നെ ലൂപ്പസ് എന്ന് പറഞ്ഞാൽ TB, നമ്മളറിയാം TBക്കാണ് മെയിനായിട്ട് ലൂപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അത് TB ഓഫ് ദ സ്കിന്നിനെ നമ്മൾ ലൂപ്പസ് എന്ന് പറയും. അപ്പൊ ആ ലൂപ്പസ് എന്നുള്ളതും ഇതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിലും ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഹെഡിൽ കാണാൻ പറ്റും, ഫേസിൽ കാണാൻ പറ്റും, ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ വെൻസ് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാൻഡിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ്, ഇറപ്ഷൻസ്, ഹെയർ, പെർസ്പിറേഷൻ, വെൻസ്, വാട്ട്, പിന്നെ എക്സ്ക്രസൻസ്, കോണ്ടൈലോമാറ്റ, ഇങ്ങനത്തെ കുറച്ച് റൂബ്രിക്സ് എല്ലാ ചാപ്റ്ററിലും ഉണ്ടാവും കേട്ടോ. പിന്നെ സൺസ്ട്രോക്ക് നമുക്ക് വരുന്നത് ഹെഡിലാണ്. ദെൻ അടുത്ത ചാപ്റ്റർ ആണ് നമുക്ക് വരുന്നത് ഐയിൽ ഐ പ്രോപ്പർ, ഐബ്രോസ്, ഐലിഡ്സ് ഒക്കെയാണ് വരുന്നത് നമുക്ക് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ. പക്ഷെ എറൗണ്ട് ദ ഐ എന്ന് പറയുകയാണെങ്കിൽ എറൗണ്ട് ദ ഐ നമ്മൾ കാണുമ്പോൾ ഈ ഐബ്രോസും ഐലിഡ്സും ഐയും വരുന്നത് ഐൻ്റെ ഉള്ളിലാണെങ്കിലും എറൗണ്ട് ദ ഐ എന്നാണ് വരുന്നത്. ഇറപ്ഷൻ എറൗണ്ട് ദ ഐ, അല്ലെങ്കിൽ ഡിസ്കളറേഷൻ എറൗണ്ട് ദ ഐ, അല്ലെങ്കിൽ സ്വെല്ലിംഗ് എറൗണ്ട് ദ ഐ. എറൗണ്ട് എന്നുള്ള ആ ഒരു വേർഡ് വരികയാണെങ്കിൽ അത് കാണുന്നത് ഫേസ് ചാപ്റ്ററിലാണ്. അപ്പോൾ ഐൻ്റെ ബാക്കി ഐബ്രോസ് വരുന്നത് ഐയിലാണെങ്കിലും ഐലിഡ്സ് വരുന്ന ഐയിലാണെങ്കിലും എറൗണ്ട് ദ ഐ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ യു ഗോ ഫോർ ദ ഫേസ് ചാപ്റ്റർ. ഓക്കെ. പിന്നെ സിക്ലി ലുക്ക് എറൗണ്ട് ദ ഐ എന്ന് പറയുന്നത് എന്താണ് റൂബ്രിക്? ഐ ചാപ്റ്റർ തന്നെ സിക്ലി ലുക്ക് ആണ്. ഐ ചാപ്റ്ററിൽ സിക്ലി ലുക്ക്, പിന്നെ അവേർഷൻ ബ്രിങ് ഒബ്ജക്ട്സ് നിയർ ഐ, അതിൽ ഐ അവേർഷൻ എന്നാണ് റൂബ്രിക്. ഐ അവേർഷൻ ബ്രിങ്ങിങ് ഒബ്ജക്ട്സ് നിയർ ഐ. പിന്നെ ആർക്കസ് അനാലിസിന്റെ റൂബ്രിക് എങ്ങനെയാണ്? ഐ ഒപ്പാസിറ്റി ആർക്കസ് അനാലിസ്, എന്നുള്ളതാണ് റൂബ്രിക്. പിന്നെ അനൈസോകോറിയക്ക് എടുക്കുന്ന റൂബ്രിക് ഐസ് പ്യൂപ്പിൾ അൺഈക്വൽ. പിന്നെ അമോറോസിസ് എന്നുള്ള റൂബ്രിക് ഉണ്ടെങ്കിൽ അത് ബ്ലാങ്ക് റൂബ്രിക് ആണ്. നമുക്ക് ക്രോസ് റെഫറൻസ് കിട്ടുക പാരാലിസിസിലോട്ടാണ്. അപ്പോൾ പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ്. പിന്നെ ഈസോഫോറിയ ഉണ്ട്, എക്സോഫോറിയ ഉണ്ട്. ഇതിൽ ഈസോഫോറിയ, എക്സോഫോറിയ ഒക്കെ നമുക്ക് വരുന്നത് ക്രോസ് റെഫറൻസ് പാരാലിസിസിലോട്ടാണ്. പക്ഷെ ഈസോഫോറിയയിൽ നമുക്ക് മെഡിസിൻ ഉണ്ട്. ഈസോഫോറിയയിൽ 2 മെഡിസിൻ ഉണ്ട്. എന്നിട്ട് അത് വീണ്ടും ക്രോസ് റെഫറൻസ് കൊടുത്തിട്ട് പാരാലിസിസിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈസോഫോറിയ, എക്സോഫോറിയ ഉണ്ട്. ഇന്റേണൽ റെക്ടയും എക്സ്റ്റേണൽ റെക്ടയും പാരാലിസിസിനെയാണ് നമുക്ക് ഈസോഫോറിയയും എക്സോഫോറിയയും കിട്ടുന്നത്. അപ്പോൾ അതിൽ ഈസോഫോറിയ എന്ന് പറയുന്നത് ഇന്റേണൽ റെക്ടയും, എക്സോഫോറിയ എന്ന എക്സ്റ്റേണൽ റെക്ടയാണ്. ആ മസിൽസിന്റെ പാരാലിസിസ് കൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈസോഫോറിയയിൽ ശരിക്കും മെഡിസിൻ ഉണ്ട്, പക്ഷെ എക്സോഫോറിയയിൽ മെഡിസിൻ ഇല്ല. അത് റെഫേർഡ് ടു പാരാലിസിസ് ഓഫ് എക്സ്റ്റേണൽ റെക്ടൈൽ മസിലിലോട്ടാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈസോഫോറിയയിൽ മെഡിസിൻ ഉണ്ട്, എന്നാലും ഈസോഫോറിയും എക്സോഫോറിയും നമുക്ക് പാരാലിസിസ് ഓഫ് ഇന്റേണൽ റെക്ടൈൽ ആൻഡ് എക്സ്റ്റേണൽ റെക്ടൈൽ മസിലിലോട്ട് നമ്മൾ കോസ് റെഫറൻസ് ആയിട്ട് ഒന്നുകൂടി നോക്കാം. അവിടെ കുറച്ചും കൂടി മെഡിസിൻസ് കൂടുതലുണ്ട്. പിന്നെ എക്സോഫ്താൽമോസ് എന്നുള്ളത് നമുക്ക് എവിടെ കിട്ടാം? ഐ പ്രൊട്രൂഷൻ എക്സോഫ്താൽമോസ്. പിന്നെ ഫംഗസ് ഓക്ലി എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക് ആണ്. നമ്മൾ നേരത്തെ അനീമിയ ഓഫ് ബ്രെയിൻ പറഞ്ഞു ഹെഡിൽ, അതുപോലെ തന്നെ അനീമിയ ഓഫ് കൺജങ്ക്റ്റീവ വരുന്നത് ഐയിലാണ്. പിന്നെ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞ ഡയറക്റ്റ് റൂബ്രിക് ആണ്. അസ്റ്റിഗ്മാറ്റിസം ഒറ്റ മെഡിസിനുള്ളൂ, ട്യൂബർക്ലിന് മാത്രമേ മെഡിസിനുള്ളൂ. പിന്നെ അഗെയിൻ ഐ കാട്രാക്ട് എന്ന് പറഞ്ഞ ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്, ഐയിലാണ് കാട്രാക്ട്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, TPBയിൽ എവിടെ നമുക്ക് കാട്രാക്ട് കിട്ടുക? TPB മറന്നുപോയോ? TPB, where we get cataract in TPB. Can you hear me? Am I audible? കേൾക്കാം ഡോക്ടറെ. വിഷൻ ആണോ? It's not vision. Can you just remember the rubric? ഒരു വെറൈറ്റി റൂബ്രിക് ആണ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് കാട്രാക്ട്. ഐ ലെൻസ് ആണ് കാട്രാക്ട് വരുന്നത്. അപ്പൊ TPBയിൽ നമുക്ക് റൂബ്രിക് വരുന്നത് ഐ ലെൻസ് ആണ്, കെൻഡില് ഐ കാട്രാക്ട് ആണ്. BBCRൽ എവിടെയാണ്? BBCRൽ വിഷൻ കാട്രാക്ട് ആണ് കേട്ടോ. അപ്പോൾ TPBയിൽ ഐ ലെൻസ് ബ്രാക്കറ്റിലാണ് കാട്രാക്ട്, പിന്നെ കെൻഡില് ഐ കാട്രാക്ട് ഡയറക്റ്റ് ഉണ്ട്,
BBCRൽ വിഷനിലാണ് കാട്രാക്ട്. പിന്നെ കോണിക്കൽ കോണിയ, ഫിസ്റ്റുല ലാക്രിമാലിസ്, ഗ്ലോക്കോമയ്ക്ക് ഡയറക്റ്റ് റൂബ്രിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലോക്കോമ ഒരിക്കലും വിഷനിൽ കൊണ്ടുപോയിട്ട് എഴുതരുത്, ഐ ഗ്ലോക്കോമയാണ്. അതേപോലെ അസ്റ്റിഗ്മാറ്റിസം, ഐ അസ്റ്റിഗ്മാറ്റിസം, ഐ കാട്രാക്ട്. പിന്നെ ലൂപ്പസ്, മെലനോസിസ്, ഒനിക്സ്, പാനസ് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒനിക്സ് എന്ന് പറഞ്ഞാൽ നെയിൽ ലൈക്ക് ഒപ്പാസിറ്റി എന്ന് പറയില്ലേ, ആന്റീരിയർ ചേബർ ഓഫ് ഐയിൽ പസ് കളക്ഷൻ വന്നിട്ട് നെയിൽ ഒപ്പാസിറ്റി വരുന്നതാണ് ഒനിക്സ് എന്ന് പറഞ്ഞാൽ. നെയിലിന്റെ അതേപോലത്തെ നമ്മൾ നഖത്തോട്ട് നോക്കുമ്പോൾ ഒരു വൈറ്റ് ആയിട്ട് കാണൂലേ, അതുപോലെ വരുന്ന ആണ് ഒനിക്സ് എന്ന് പറയുന്നത്. അത് ആന്റീരിയർ ചേംബർ ഓഫ് ദ ഐയിൽ പസ് കളക്ഷൻ വരുന്നതുകൊണ്ടാണ്. അതാണ് ഒനിക്സ്. ഒനിക്സ്, പാനസ്, ടെറീജിയം. ടെറീജിയം ഈ കണ്ണിന്റെ ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ ഒരു ഇങ്ങനെ ഒരു പാട പോലെ നിൽക്കുന്നതാണ് ടെറീജിയം എന്ന് പറയുന്നത്. സ്റ്റെഫൈലോമ, സ്ട്രബിസ്മസ്, സ്റ്റൈ ഇതൊക്കെ നമുക്ക് ഐയിൽ കിട്ടുന്ന ഡയറക്റ്റ് റൂബ്രിക്സ് ആണ്. മെലനോസിസിന് ഒറ്റ മെഡിസിനുള്ള ഓറം മാത്രമാണ് മെഡിസിൻ ഉള്ളത്. പിന്നെ ഹെഡിൽ അനീമിയ ഓഫ് ബ്രെയിൻ ഉണ്ട്, ഐയിൽ അനീമിയ ഓഫ് കൺജക്റ്റീവ് ഉണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള റൂബ്രിക് ജനറാലിറ്റീസിലാണ് അനീമിയ എന്നുള്ളത് കേട്ടോ. അനീമിയ എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക് എവിടെയുള്ളത്? ജനറാലിറ്റീസിൽ. നമുക്ക് BBCRലും TPBയിലും നമുക്കറിയാം ഏത് ചാപ്റ്ററിലാണ്. ഫീവറിന്റെ അടിയിലാണ് പൾസ് അനീമിയ പോലെയുള്ള കൺജക്ഷൻ അനീമിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ കെൻഡിൽ നമുക്ക് ജനറാലിറ്റീസിലാണ് അനീമിയ ഉള്ളത് എന്നുള്ളത് ഓർക്കുക. പിന്നെ സങ്കൺ ഐസ് TPBയിൽ എവിടെ കിട്ടുക? സങ്കൺ ഐസ്, സങ്കൺ ഐസ് ഫേസിൽ. ഓക്കെ. സിക്കിലി ലുക്ക് അറൌണ്ട് ദ ഐസ് കെൻഡിൽ എവിടെ കിട്ടുക? സിക്കിലി ലുക്ക് അറൌണ്ട് ദ ഐസ് ഐയിൽ കേട്ടോ. നമ്മൾ പറഞ്ഞു എറൗണ്ട് ദ ഐ എന്നുള്ളതൊക്കെ നമ്മൾ ഫേസിലാന്ന് പറഞ്ഞു. പക്ഷെ സിക്കിലി ലുക്ക് അറൌണ്ട് ദ ഐസ് എന്നുള്ളത് കിട്ടുന്നത് ഐയിൽ തന്നെയാണ്. അപ്പൊ അതൊരു കോൺട്രവേഴ്സി ആയിട്ട് പഠിക്കുക കേട്ടോ. എല്ലാ അറൌണ്ട് ദ ഐയും നമുക്ക് കിട്ടുന്നത് ഫേസിലാണ്. പക്ഷെ സിക്കിലി ലുക്ക് എന്ന് വരുന്ന ആ റൂബ്രിക്ക് കിട്ടുന്നത് ഐ ചാപ്റ്ററിൽ തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഏതൊക്കെയാണ് റൂബ്രിക്ക്? എ സീ ഓഫ് ഫയർ ഓൺ ക്ലോസിങ് ഐസ്. എ സീ ഓഫ് ഫയർ ഓൺ ക്ലോസിങ് ഐസ് എന്നുള്ളത് വിഷനിൽ ഫയർ എന്ന റൂബ്രിക്കാണ്. സീ ഓഫ് ഫയർ ഓൺ ക്ലോസിങ് ഐസ് എന്ന് പറയുന്നത് വിഷനിൽ ഫയർ. കളർ ബ്ലൈൻഡ്നെസ്, കളർ ബ്ലൈൻഡ്നെസ് എന്നുള്ള റൂബ്രിക്ക് ഏതാ? അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് എന്നുള്ള റൂബ്രിക്ക് ഏതാ? ഏത് ചാപ്റ്ററിലായിരിക്കും ബ്ലൈൻഡ്നെസ് വരിക? വിഷൻ ചാപ്റ്ററിൽ അല്ലേ? വിഷൻ, കളർ ബ്ലൈൻഡ്നെസ്, വിഷൻ, കളർ ബ്ലൈൻഡ്നെസ്. അതുപോലെ തന്നെ വിഷൻ, ഡിം, നൈറ്റ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് നമ്മൾ പറയുന്നത് വിഷൻ, ഡിം, നൈറ്റ്. ജമ്പിങ് ഓഫ് വേർഡ്സ് വെൻ റീഡിങ്, ജമ്പിങ് ഓഫ് വേർഡ്സ് വൈൽ റീഡിങ്. ഇതൊക്കെ വിഷനിൽ വരുന്ന സബ് റൂബ്രിക്കുകളാണ്. വിഷനിൽ ജമ്പിങ് ഉള്ള റൂബ്രിക്കിന് താഴെയാണ് ജമ്പിങ് ഓഫ് വേർഡ്സ് വൈൽ റീഡിങ് എന്നുള്ളത്. പിന്നെ മസ്കേ വോൾറ്റൻസ് ഇല്ല വരിക? വിഷൻ, വിഷൻ, കളേഴ്സ്, ബ്ലാക്ക് സ്പോട്ട്സ്. വിഷൻ, കളേഴ്സ്, ബ്ലാക്ക് സ്പോട്ട് അതാണ് മസ്കേ വോൾറ്റൻസ്. വിഷൻ, കളേഴ്സ്, ബ്ലാക്ക് സ്പോട്ട്. പിന്നെ റൈസസ് ഇസ് ഫുഡ് അൺനെസസറിലി ഇൻ സ്റ്റെപ്പിംഗ് ഓവർ സ്മോൾ ഓബ്ജക്ട്സ് വെൻ വാക്കിംഗ്. നല്ല ഹൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റൈസ് ചെയ്യുന്ന സ്മോൾ ഓബ്ജക്റ്റിന്റെ മേലെ നല്ല ഹൈ സ്റ്റെപ്പിങ് ചെയ്യുന്നതിന്റെ ആ റൂബ്രിക് ഏതാണ്? അത് അയാളെ വിഷന്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെ. അയാൾ എന്തോ വിഷൻ കുറച്ച് വലുതായി കാണുന്നോണ്ടാണ് അല്ലെ. അപ്പൊ അതിന്റെ റൂബ്രിക് വിഷൻ ലാർജ്. അയാൾ ആ ചെറിയ ഓബ്ജക്റ്റിനെ അവൾ ലാർജ് ആയിട്ട് കാണുന്നോണ്ടാണ് ഇങ്ങനെ ഹൈ സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള റൂബ്രിക് വിഷൻ ലാർജ്, റൈസസ് ഇസ് ഫുഡ് അൺനെസസറിലി ഇൻ സ്റ്റെപ്പിംഗ് ഓവർ സ്മോൾ ഓബ്ജക്ട് വെൻ വാക്കിംഗ്. ഇങ്ങനെയാണ് ആ റൂബ്രിക് കിടക്കുന്നത്. പിന്നെ സാന്തോപ്സിയ എന്ന് പറഞ്ഞാൽ, സാന്തോപ്സിയ എന്ന് പറഞ്ഞാൽ യെല്ലോ അല്ലെ. വിഷൻ, കളർ, യെല്ലോ. വിഷൻ, കളർ, യെല്ലോ. ലൈസ് വിത്ത് ഐസ് ക്ലോസ്ഡ്, ലൈസ് വിത്ത് ഐസ് ക്ലോസ്ഡ് ഏതാ റൂബ്രിക് വരിക? ലൈസ് വിത്ത് ഐസ് ക്ലോസ്ഡ്. മൈൻഡ്, മൈൻഡ്, ഇൻഡിഫറൻസ്, ലൈസ് വിത്ത് ഐസ് ക്ലോസ് എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് റൂബ്രിക്സ് നമ്മൾ എടുത്ത് പഠിക്കുക. അത് നമ്മൾ വേറെ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നോക്കുമ്പോഴേ ഇതൊക്കെ ഓർമ്മ വരെയുള്ളൂ. ലൈസ് വിത്ത് ഐസ് ക്ലോസ്ഡ് എന്നുള്ളത് മൈൻഡ്, ഇൻഡിഫറൻസ്, ലൈസ് വിത്ത് ഐസ് ക്ലോസ്ഡ് എന്നാണ് റൂബ്രിക് കേട്ടോ. മൈൻഡ്, ഇൻഡിഫറൻസ്, ലൈസ് വിത്ത് ഐസ് ക്ലോസ്ഡ്. നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണ് തുറന്ന് ഉറങ്ങുന്നവരുണ്ടല്ലേ, അവർക്ക് ഏതാ റൂബ്രിക് എടുക്കുക? സ്ലീപ്പിന്റെ സമയത്ത് കണ്ണ് തുറന്ന് ഉറങ്ങുന്നവര്
അതിൽ ഐ ഓപ്പൺ സ്ലീപ്പ് ഡ്യൂറിങ്, ഐ ഓപ്പൺ സ്ലീപ്പ് ഡ്യൂറിങ് നടക്കുക കേട്ടോ. അപ്പോൾ ലൈസ് വിത്ത് ഐസ് ക്ലോസ്ഡ് എന്നുള്ളത് മൈൻഡ് ഇൻഡിഫറൻസ് ലൈസ് വിത്ത് ഐസ് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ സ്ലീപ്പ് ഡ്യൂറിങ് ഓപ്പൺ ഐ ആണെങ്കിൽ ഐ ഓപ്പൺ സ്ലീപ്പ് ഡ്യൂറിങ്. ഇനി വിഷൻ എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് സബ്റൂബിക് നമ്മൾ നേരത്തെ കണ്ടത് ഈ ചാപ്റ്ററിലോട്ട് വരികയാണ്. അപ്പോൾ ഡിപ്ലോപ്പിയ, ഹെമിയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ, സ്കോട്ടോമ സെൻട്രൽ, ട്രിപ്ലോപ്പിയ, ഇങ്ങനെയുള്ള വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂബ്രിക്സും ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഫോട്ടോമാനിയും ഫോട്ടോഫോബിയ എവിടെ കിട്ടുക? കെൻഡില് വിഷൻ. എങ്ങനെ? കെൻഡില് ഐ വരും. അതെ, കെൻഡിൽ ഐയിലാണ് വരിക. പിന്നെ ടി പി ബിയില് വിഷനില് വരുമ്പോ വിഷനിൽ വരും. BBC-Rല് ഐയിലും വിഷ്വൽ, അതായത് ഐ എന്നുള്ളത് വിഷൻ ഐന്റെ സബ് ചാപ്റ്റർ ആണ്. പക്ഷെ എന്നാലും നമുക്ക് ഐ എന്നുള്ള ചാപ്റ്ററിലും ഉണ്ട്, വിഷൻ എന്നുള്ള സബ് ചാപ്റ്ററിലും ഉണ്ട്. പിന്നെ ഫോട്ടോ മാനിയ നമുക്ക് എവിടെയും കിട്ടും, മൈൻഡിലും കിട്ടും അല്ലേ. അപ്പോൾ അത് ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഐയിലാണ് നമുക്ക് ഫോട്ടോമാനിയും ഫോട്ടോഫോബിയും നമുക്ക് എന്തിൽ കിട്ടാം, കെൻഡിൽ കിട്ടുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. അതൊരിക്കലും ഇപ്പോൾ ഡിപ്ലോപ്പിയ, ഹെമിയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിഷ്വലാന്ന് വിചാരിക്കും. വിഷ്വലല്ല, ഫോട്ടോമാനിയും ഫോട്ടോഫോബിയും കിടക്കുന്നത് ഐയിലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് പഠിക്കാം. ഫോട്ടോമാനിയും ഫോട്ടോഫോബിയും ഈ വിഷൻ്റെ ഇങ്ങനെ കുറേ നമ്മൾ ഡിപ്ലോപ്പിയ, ഹെമിയോപ്പിയ ഒക്കെ കാണുമ്പോൾ ഇതിൻ്റെ കൂടെയെന്ന് വിചാരിക്കും, ഇതിൻ്റെ കൂടെയല്ല. അത് നമുക്ക് ഐ ചാപ്റ്ററിലാണ് കിട്ടുക. അപ്പോൾ ഐ ചാപ്റ്ററിലാണ് നമുക്ക് ഗ്ലോക്കോമ കിട്ടുക, അസ്റ്റിഗ്മാറ്റിസം കിട്ടുന്നത്, പിന്നെ ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറേ എപ്പോഴും നമ്മളിങ്ങനെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഐയിൽ മൂൺലൈറ്റ് ഉണ്ട്, വിഷനിൽ മൂൺലൈറ്റ് ഉണ്ട്. മൈൻഡ് സെന്റിമെന്റൽ മൂൺലൈറ്റ്, നമ്മളിപ്പോൾ സെന്റിമെന്റൽ മൂൺലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ സെന്റിമെന്റൽ എന്നുള്ള റൂബ്രിക്ക് കിടക്കുന്നത് മൈൻഡിലാണ്. പിന്നെ മൂൺലൈറ്റ് അഗ്രവേഷൻ എന്നുള്ള റൂബ്രിക്ക് കിടക്കുന്നത് ജനറാലിറ്റീസിലാണ്. അപ്പോൾ മൂൺലൈറ്റ് നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും. അപ്പോൾ സെന്റിമെന്റൽ എന്നുള്ളത് മൈൻഡിലാണെന്ന് ആലോചിക്കുക. മൂൺലൈറ്റ് അഗ്രവേഷൻ എന്ന് മാത്രം തരികയാണെങ്കിൽ അത് ജനറാലിറ്റീസിലാണ്. പിന്നെ ഇയറിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹെഡിന്റെ പോർഷൻ ആയിട്ടുള്ള മാസ്റ്റോയിഡ് പ്രോസസും പീറ്റേഴ്സ് പാർട്ട് ഓഫ് നമ്മൾ അവിടെ കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടുള്ളത് ഇയർ ചാപ്റ്ററിലാണ് കേട്ടോ. അതായത് ആ ഭാഗത്ത് ക്യാരീസ് വരിക, ആ ഭാഗത്ത് എക്സ്ട്രോസോസ് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇയറിന്റെ ചാപ്റ്ററിലാണ് നോക്കേണ്ടത്. ഇയറിൽ ക്യാരീസ്, അതായത് ക്യാരീസ് പീറ്റേഴ്സ് ബോണോ പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ എന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ക്യാരീസ് മാസ്റ്റോയിഡ് പ്രോസസ്, ക്യാപ്സിക് ആണ് മെഡിസിൻ പൊതുവെ. മാസ്റ്റോയിഡ് പ്രോസസ്സിൽ അധികം ഇതിലും ക്യാപ്സിക് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആസ് ഇഫ് സംതിങ് റോളിംഗ് ടു ആൻഡ് ഫ്രോ ഇൻ ഇയർ, അതിൽ റൂബ്രിക്ക് വരുന്നത് ഇയർ റോളിംഗ് ആസ് ഇഫ് സംതിങ് റോളിംഗ് ടു ആൻഡ് ഫ്രോ ഇൻ ഇയർ. പിന്നെ ഓഡിബിൾ പാൽപിറ്റേഷൻ, അവിടെ പാൽപിറ്റേഷനിൽ ചെസ്റ്റ് പാൽപിറ്റേഷൻ ഓഡിബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഇയർ നോസസ് പാൽപിറ്റേഷൻ, അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ CSOM നമ്മൾ എടുക്കുന്നത് ക്രോണിക് സപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയക്ക് എടുക്കുന്ന റൂബ്രിക്ക് ഇയർ സപ്പറേഷൻ മീഡിയ. പിന്നെ ഇയറിൽ ഫംഗസ് എന്ന ഡയറക്റ്റ് റൂബ്രിക് ഉണ്ട്. പിന്നെ മിനിയേഴ്സ് ഡിസീസിന് എടുക്കുന്ന റൂബ്രിക്കാണ് ഇയർ നോയ്സസ് വെർട്ടേഗോ വിത്ത്. പിന്നെ ഇയർ എക്സ്ട്രോസോസിസ് എന്നുള്ളത് പൾസ് മെഡിസിൻ, സിംഗിൾ മെഡിസിനേ ഉള്ളൂ പൾസ് കേട്ടോ. അപ്പോൾ ഇയറിൽ നമ്മൾ പിന്നീട് ആലോചിക്കേണ്ടത് ഇയർ സപ്പറേഷൻ ഓട്ടൈറ്റിസ് മീഡിയ, പിന്നെ മീനിയേഴ്സ് ഡിസീസ്, ഇയർ നോയ്സസ് വെർട്ടിഗോ വിത്ത്. പിന്നെ പീറ്റേഴ്സ് പാർട്ടും അതുപോലെ തന്നെ മാസ്റ്റോയിഡ് പ്രോസസ്സും ഇവിടെയാണ് ആയിരിക്കും. പിന്നെ അടുത്തത് ഹിയറിംഗ് നമ്മൾ പറഞ്ഞു റൂബ്രിക്സ് വൈസ് ഏറ്റവും സ്മോളസ്റ്റ് ചാപ്റ്റർ ആണ്. 4 റൂബ്രിക്കേ അതിലുള്ളൂ. അക്യൂട്ട്, ഡിസ്റ്റന്റ്, ഇല്യൂഷൻ, ഇമ്പയേർഡ്. സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കും, നല്ല രസം. വായിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവും. ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പേഷ്യൻസ് അങ്ങനത്തെ സിംറ്റംസ് പറയുന്നുണ്ടാവും. അപ്പം നമ്മളത് ഇങ്ങനെ നോക്കാനുള്ള മടി കാരണം, അതുപോലെ തന്നെ അങ്ങനത്തെ സിംറ്റം ഒക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നോക്കാതിരിക്കുന്നതാണ്. അപ്പോൾ അത് എപ്പോഴെങ്കിലൊക്കെ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വായിച്ച് നോക്കുക. അതിൻ്റെയൊക്കെ സബ് ഗ്രൂപ്പീസ് നല്ല രസം വായിക്കാൻ. അക്യൂട്ട്, ഡിസ്റ്റന്റ്, ഇല്യൂഷൻ, ഇമ്പയേർഡ്. കനോട്ട് ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഓഫ് സൗണ്ട്, അത് എവിടെ കിട്ടും? ഏത് റൂബ്രിക്ക്? അക്യൂട്ട് ആണോ, ഡിസ്റ്റന്റ് ആണോ, ഇല്യൂഷൻ ആണോ, ഇമ്പയേർഡ് ആണോ വരിക? കനോട്ട് ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഓഫ് സൗണ്ട്. ഡയറക്ഷൻ ഓഫ് സൗണ്ട് നമുക്ക് മനസ്സിലാൻ പറ്റുന്നില്ല. അത് അക്യൂട്ടിലാണ് വരിക, ഡിസ്റ്റന്റിലാണ് വരിക, ഇല്യൂഷനിലാണ്, ഇമ്പയേർഡിലാണോ? അല്ലെങ്കിൽ ക്യാൻ ഹിയർ ഹ്യൂമൻ വോയിസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഡെഫ് ബട്ട് ഹിയർ ബെറ്റർ ഇൻ നോയ്സ്,
പൊതുവെ കേൾക്കുന്നില്ല, പക്ഷേ നോയ്സിൽ നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ എൻലാർജ്മെന്റ് ഓഫ് ടോൺസിൽസ് വിത്ത് ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ് വിത്ത് ടോൺസിൽ എൻലാർജ് ചെയ്തിട്ട് ഹിയറിംഗ് ഹാർഡ്നെസ് ആവുക, അല്ലെങ്കിൽ പാരാലിസിസ് ഓഫ് ഓഡിറ്ററി നെർവ്. ഇതൊക്കെ വരുന്നത് നമുക്ക് കിട്ടുന്ന ഏത് റൂബ്രിക്കാണ്? നമുക്കിതൊക്കെ കിട്ടുന്നത് ഹിയറിംഗ് ഇമ്പയർഡ് എന്നുള്ള റൂബ്രിക്കിന്റെ താഴെയാണ്. cannot detect the direction of sound, അല്ലെങ്കിൽ can't hear human voice, deaf but hear better in noise, അല്ലെങ്കിൽ enlargement of tonsil and hardness of hearing with paralysis of auditory nerve. ഇതൊക്കെ വരുന്നത് ഹിയറിംഗ് ഇമ്പയർഡ് എന്നുള്ള റൂബ്രിക്കിലാണ്. ഹിയറിംഗ് ഇമ്പയർഡ്. പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ് എവിടെ കിട്ടിയത്? ഐ പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ് അല്ലേ. പക്ഷേ പാരാലിസിസ് ഓഫ് ഓഡിറ്ററി നെർവ് കിട്ടുന്നത് ഹിയറിംഗ് ഇമ്പയർഡ് പാരാലിസിസ് ഓഫ് ഓഡിറ്ററി നെർവ് കേട്ടോ. ഹിയറിംഗ് ഇമ്പയർഡ് പാരാലിസിസ് ഓഫ് ഓഡിറ്ററി നെർവ്. പിന്നെ ഹിസ് വോയിസ് സീം ലൗഡ് ടു ഹിം. അവരുടെ വോയിസ് തന്നെ ഭയങ്കര ലൗഡായിട്ട് കേൾക്കുക. അത് നമ്മുടെ അക്യൂട്ട്നെസ് ആണ് അല്ലേ. ഹിയറിംഗ് അക്യൂട്ട് വോയിസ് ഹെറോൺ. ഹിയറിംഗ് അക്യൂട്ട് വോയിസ് ഹെറോൺ. ഇതൊന്നും സാധാരണ ചോദിക്കൂല, പക്ഷെ നമുക്ക് ക്ലിനിക്കിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആക്കാം. അപ്പോൾ ഹിയറിംഗിൽ അക്യൂട്ട്, ഡിസ്റ്റൻറ്റ്, ഇല്യൂഷൻ, ഇമ്പയർഡ്. പിന്നെ നോസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് കിട്ടുന്നത് സ്മെൽ റിലേറ്റഡ് ആയിട്ട്, സ്നീസിങ് റിലേറ്റഡ് ആയിട്ട്, കൊറൈസ, കറ്റാറ, പിന്നെ നോസ്ട്രിൽസ്, ടെർബിനേറ്റ്സ്, പോസ്റ്റീരിയർ നെയേഴ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്കൊക്കെ നമുക്ക് നോസിൽ കിട്ടാം. അപ്പോൾ ക്യാൻസർ, എപ്പിത്തീലിയോമ, പിന്നെ എപ്പിസ്റ്റാക്സിസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള റെപ്പർട്ടറിയിലൊക്കെ നോസ് ബ്ലീഡ് അല്ലെങ്കിൽ ബ്ലീഡിങ് എന്നൊക്കെ പഠിച്ചു. അപ്പം അത് ഞാൻ ചോദിക്കുന്നില്ല, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റൂബ്രിക്കാണ്, എപ്പിസ്റ്റാക്സിസ്. പിന്നെ ലിപ്പോമ ഓഫ് നോസിൽ ലിപ്പോമ ഉള്ള മെഡിസിൻ, സിംഗിൾ മെഡിസിൻ സൾഫർ ആണ്. പിന്നെ പോളിപ്പസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോസിൽ തന്നെയാണ് കിട്ടുക. പിന്നെ അനോസ്മിയ, സ്മെല്ലില്ലെങ്കിൽ നോസ് സ്മെൽ വാണ്ടിങ് ലോസ് എന്നാണ് റൂബ്രിക്. ബ്ലൈൻഡ്നെസ് നമ്മൾ പറഞ്ഞു, വിഷനില് ലോസ് ഓഫ് വിഷൻ അല്ലെ. വിഷനിൽ ലോസ് ഓഫ് വിഷൻ ആയിരുന്നു ബ്ലൈൻഡ്നെസ്. ഇവിടെ നോസ് സ്മെല്ല് വാണ്ടിങ് ലോസ്റ്റ്, നോസ് സ്മെല്ലിംഗ് വാണ്ടിങ് ലോസ്റ്റ്. പിന്നെ ഹെയർ ഫീവർ ആണെങ്കിൽ നോസ് കൊറൈസ ആനുവൽ. പിന്നെ സ്നഫിൾസ് ഓഫ് ഇൻഫൻസിന് നോസ് സ്നഫിൾസ്, നോസ് ഒബ്സ്ട്രക്ഷൻ, നഴ്സിംഗ് ഇൻഫൻറ്റ്. രണ്ട് റൂബ്രിക് നമുക്ക് എടുക്കാം. ഒബ്സ്ട്രക്ഷൻ എന്നുള്ള റൂബ്രിക്കും ഉണ്ട്, സ്നഫിൾസ് എന്നുള്ള റൂബ്രിക്കും ഉണ്ട്. അപ്പോൾ രണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോസ് സ്നഫിൾസ്, നോസ് ഒബ്സ്ട്രക്ഷൻ, നഴ്സിംഗ് ഇൻഫൻറ്റ്. പിന്നെ യെല്ലോ സാഡിൽ നമുക്ക് നോസിലും കിട്ടും, ഫേസിലും കിട്ടും. നെയ്സിലും കിട്ടും. അപ്പോൾ നോസിൽ എപ്പിസ്റ്റാക്സിസും അതുപോലെ തന്നെ ഒസീന, കറ്റാറ, കൊറൈസ, സ്നീസിങ്, പിന്നെ നോസ് കൊറൈസ ആനുവൽ, നോസ് സ്മെൽ വാണ്ടിങ് ലോസ്റ്റ്, പിന്നെ സ്നഫിൾസ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പോളിപ്പസ്, നോബി ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോബി ടിപ്പ് അതായത് മൂക്കിൻ്റെ അറ്റങ്ങനെ ഉണ്ടായിട്ട് കിടക്കുന്നതാണ്, ഈ ജോക്കറിൻ്റെ ഒക്കെ മൂക്കിനെ പോലെ. നോബി ടിപ്പ് അത് ഓറാണ് മെഡിസിൻ. നോബി ടിപ്പ് ഓറം. പിന്നെ ലൂപ്പസ് നമുക്ക് ഇവിടെയൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് റൂബ്രിക്സ് ആണ് നമുക്ക് നോസിലുള്ളത്. പിന്നെ ചൈൽഡ് കോൺസ്റ്റന്റ്ലി റബ്ബിങ് ദ നോസ്. എന്ന് പറഞ്ഞത് നോസ് ഇച്ചിങ് റബ്ബിങ് കോൺസ്റ്റന്റ്ലി. ഫ്ലാപ്പിംഗ് ഓഫ് അലാനാസെ, ഇങ്ങനെ വിങ്ങിങ് വിങ്സിൽ ഫ്ലാപ്പ് ചെയ്യുന്നത്. നോസ് മോഷൻ ഓഫ് വിങ്സ് ഫാൻ ലൈക്ക്. പിന്നെ നെയ്സൽ റീഗർജിറ്റേഷൻ നമുക്ക് കുറച്ച് ത്രോട്ടിലും റൂബ്രിക്ക് കിട്ടും. അപ്പോൾ അത് ത്രോട്ട് ഫുഡ് പാസസ് ടു ക്വാനെ റൂബ്രിക്കാണ്. പിന്നെ ത്രോട്ടിൽ ലിക്വിഡ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ടേക്കൺ ഫോഴ്സ് ടു നോസ്, അല്ലെങ്കിൽ നോസിൽ ലിക്വിഡ് റീഗർജിറ്റേഷൻ എന്നുള്ള റൂബ്രിക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ത്രോട്ടിലും ലിക്വിഡ് ഉണ്ട്, നോസിലും ലിക്വിഡ് ഉണ്ട്. ത്രോട്ടിൽ ഫുഡ് പാസസ് ടു ക്വാന എന്നുള്ള റൂബ്രിക്ക് നമുക്ക് നേസൽ റീഗർജിറ്റേഷന് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പോസ്റ്റ് നേസൽ ഡിസ്ചാർജിന് എടുക്കുന്ന റൂബ്രിക്കാണ് നോസ് കറ്റാറ പോസ്റ്റ് നേസൽ. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫേസസിൽ നമുക്ക് കിട്ടുക സൈനസസ് അല്ലേ. നമ്മുടെ പറയാം മാക്സിലറി സൈനസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്സ് കിട്ടും. പരോട്ടിഡ് ഗ്ലാൻഡ് അല്ലേ. പരോട്ടിഡ് ഗ്ലാൻഡ് മറന്നു പോവരുത്. TPBയിൽ എവിടെയാ പരോട്ടിഡ് ഗ്ലാൻഡ് കിട്ടുക? ഇയറിൽ. BBCRൽ ഫേസിലും. പിന്നെ നമ്മൾ ഇയർ ഗ്ലാൻഡ്സ് ഓറിക്കുലർ എന്ന് പറയില്ലേ, ഓറിക്കുലർ പരോട്ടിഡ്. അപ്പോൾ ഇയറിലും കിട്ടും, ഫേസിലും കിട്ടും. നമുക്ക് കിട്ടുന്നത് പരോട്ടിഡ് ഗ്ലാൻഡ് കിട്ടുന്നത് ഫേസിലാണ്.
പിന്നെ ഔട്ടർ ലിപ്പ്, അതായത് ഈ ഇന്നർ ലിപ്പ് മൗത്തിലാണ്. ഔട്ടർ ലിപ്പ് നമുക്ക് ഫേസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുമ്പോൾ കാണുന്ന ഒരു ലിപ്സ് അല്ലേ, ആ ഭാഗം പറയുന്നത് ഫേസിലാണ്. അപ്പൊ ഔട്ടർ ലിപ്പ് ഫേസിലും ഇന്നർ ലിപ്പ് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അത് മൗത്തിലാണ് വരിക കേട്ടോ. പിന്നെ കോർണേഴ്സ് ഓഫ് മൗത്ത് എന്നുള്ള പോർഷൻസ് ഒക്കെ വരുന്നത് ഫേസിലാണ്. ജോ റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്സ്, ചീക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്സ്, ഫേഷ്യൽ ബോൺസ് അതായത് സൈഗോമ അങ്ങനത്തെയൊക്കെയുള്ള ഇതൊക്കെ വരുന്നത് ഫേസ് ചാപ്റ്ററിലാണ്. നമ്മൾ പറഞ്ഞു അറൗണ്ട് ദ ഐസ് എന്നുള്ളത് ഫേസിലാണ് വരിക എന്ന് പറഞ്ഞു. പക്ഷേ ഓൺലി ഒരു എക്സെപ്ഷൻ ഉണ്ട്. സിലിക്ലി ലുക്ക് അറൗണ്ട് ദ ഐസ് എന്നുള്ളത് നമുക്ക് എവിടെ കിട്ടാം? ഐയിലാണ് കിട്ടുക. അപ്പൊ അത് എപ്പോഴും നോട്ട് ചെയ്ത് പഠിക്കാം. അറൗണ്ട് ദ ഐസ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഫേസിലാണെങ്കിൽ, ബട്ട് സിക്ലി ലുക്ക് അറൗണ്ട് ദ ഐസ് എന്നുള്ള ആ റൂബ്രിക്ക് കിട്ടുന്നത് നമുക്ക് ഐയിലാണ്. പിന്നെ നെക്രോസിസ് ഓഫ് ലോവർ ജോ എന്നുള്ളത് ഡയറക്റ്റ് നെക്രോസിസ് എന്നുള്ള റൂബ്രിക്കാണ്. പിന്നെ പ്രോസോപാൽജിക്ക് ഉള്ളത് ഫേസ് പെയിൻ ഏക്കിംഗ്, പിന്നെ ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് നമുക്ക് കിട്ടുന്നത് ഫേസിലാണ്, ഫേസ് ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ്. പിന്നെ ഫേസിൽ നമുക്ക് റിസസ് സാർഡോണിക്കസ് കിട്ടുന്നത് ഫേസിലാണ്. പിന്നെ ഫേസിൽ ആഫ്റ്റർ ലിപ്പ് നമ്മൾ പറഞ്ഞ ഔട്ടർ ലിപ്പിൽ വരുന്നതൊക്കെ ഫേസിലാണ്. ഡേർട്ടി മാറ്റർ ഓൺ ലിപ്പ് ആണ് ഫേസ് സോഡസ് എന്ന് പറഞ്ഞത്. ഡേർട്ടി മാറ്റർ ഓൺ ലിപ്പ് ഫേസ് സോഡസ്. പിന്നെ ഹെർപ്പസ് ലേബിയാലിസ് ഫേസ് ഇറപ്ഷൻ, ഹെർപ്പസ് ലിപ്പ് അറൗണ്ട്. ഹെർപ്പസ് ലേബിയാലിസിന് എടുക്കുന്ന റൂബ്രിക്കാണ് ഫേസ് ഇറപ്ഷൻ, ഹെർപ്പസ് ലിപ്പ് അറൗണ്ട്. ഇനി ബാത്തിങ് ഫേസ് അമിലറേഷൻ എന്നുള്ളതാണെങ്കിൽ അത് ജനറാലിറ്റീസിലാണ് കിട്ടുക. പക്ഷേ ഷേവിങ് അഗ്രവേഷൻ എന്നുള്ളത് അത് ഫേസ് ഷേവിങ് അഗ്രവേഷൻ. അപ്പോൾ ബാത്തിങ് ഫേസ് എന്നുള്ളത് ജനറാലിറ്റീസിലും ഷേവിങ് അഗ്രവേഷൻ എന്നുള്ളത് ഫേസ് ചാപ്റ്ററിലുമാണ് കിട്ടുക കേട്ടോ. പിന്നെ ട്രിസ്മസ് അല്ലെങ്കിൽ ലോക്ക് ജോ എന്ന് പറഞ്ഞത് ഫേസിൽ ലോക്ക് ജോ എന്നാണ് റൂബ്രിക്ക്. ഫേസ് ലോക്ക് ജോ ഡയറക്റ്റ് റൂബ്രിക്കാണ്. മാക്സിലറി സൈനസൈറ്റിസ് നമ്മൾ എടുക്കുന്ന റൂബ്രിക്കാണ് ഫേസ് പെയിൻ സൈഗോമ. മാക്സിലറി ഈ രണ്ട് സൈഡിന്റെ ഈ ബോണുള്ള സൈഗോമാറ്റിക് ബോൺ, അപ്പൊ ഇതിന്റെ താഴെയുള്ള പെയിൻ നമ്മൾ പറയാം ഫേസ് പെയിൻ സൈഗോമ എന്നാണ് മാക്സിലറി സൈനസൈറ്റിസിന് എടുക്കാം. പിന്നെ റോഡന്റ് അൾസർ എന്നുള്ള റൂബ്രിക്കാണ് ഫേസ് ക്യാൻസർ നോളിമി ടാങ്കറെ ഓൺ നോസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക നോളിമി ടാങ്കറെ ഓൺ നോസ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചാപ്റ്ററും റൂബ്രിക്കും ചോദിക്കുകയാണെങ്കിൽ നോസ് കണ്ടിട്ട് അത് നോസ് ചാപ്റ്ററിൽ എഴുതരുത്. ദിസ് ഇൻ ദ ഫേസ് ചാപ്റ്റർ, ഫേസ് ക്യാൻസർ നോളിമി ടാങ്കറെ ഓൺ നോസ്. സ്വെറ്റ് ഓൾ ബോഡി എക്സെപ്റ്റ് ഫേസ്. നമ്മൾ പറഞ്ഞു പെർസ്പിറേഷൻ ആലോചിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പെർസ്പിറേഷൻ പെർട്ടിക്കുലർ ടു ലൊക്കേഷൻ ആണെങ്കിൽ ആ ലൊക്കേഷനിൽ പോയി നോക്കണം എന്നാണ്. ഇവിടെ എന്താണ് ഓൾ ബോഡി പെർസ്പിറേറ്റ് ചെയ്യും, പക്ഷെ എക്സെപ്റ്റ് ഫേസ് എന്നാണ്. പക്ഷെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്, അവിടെ നമുക്ക് കിട്ടുന്നത് പെർസ്പിറേഷൻ ഫേസ് എന്നുള്ള റൂബ്രിക്കിലാണ് അത് കിട്ടുന്നത്. സ്വെറ്റ് ഓൾ ബോഡി എക്സെപ്റ്റ് ഫേസ്, പെർസ്പിറേഷൻ ഫേസ്. പിന്നെ ബെൽസ് പാൽസി എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പലതിലും എടുക്കാം. കോൾഡ് കാരണം നമുക്ക് പാരാലിസിസ് വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈഡ് മാത്രം പാരാലിസിസ് വന്നു. നമുക്ക് പാരാലിസിസ് വന്നിട്ട് നമ്മുടെ കോർണേഴ്സ് ഓഫ് മൗത്ത് സലൈവ ഡ്രൂൾ ചെയ്തു. ഇതൊക്കെ വരുമ്പോൾ ആ ഒക്കെ സിംറ്റംസ് നമുക്ക് ബെൽസ് പാൽസിന്റെ സിംറ്റംസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെൽസ് പാൽസിന്റെ റൂബ്രിക്ക് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ഫേസ് പാരാലിസിസ്, കോർണേഴ്സ് ഓഫ് മൗത്ത് ഡ്രൂപ്പ് ആൻഡ് സലൈവ റൺസ് ഔട്ട്. ഈ റൂബ്രിക്ക് കൺസിഡർ ചെയ്യാം. ഫേസ് പാരാലിസിസ്, കോർണേഴ്സ് ഓഫ് മൗത്ത് ഡ്രൂപ്പ് ആൻഡ് സലൈവ റൺസ് ഔട്ട്. അല്ലെങ്കിൽ ഫേസ് പാരാലിസിസ് കോൾഡ് ഫ്രം, തണുപ്പടിച്ചിട്ട് പാരാലിസിസ് വന്നു. അല്ലെങ്കിൽ ഫേസ് പാരാലിസിസ് വൺ സൈഡ്. ഇതൊക്കെ നമുക്ക് ബെൽസ് പാൽസിക്ക് എടുക്കുന്ന റൂബ്രിക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ് ആണെങ്കിൽ അത് പോയി നോക്കേണ്ടത് ഫേസിൽ ഹെയർ ഗ്രോത്ത് ഓൺ ചൈൽഡ് ഫേസ് എന്നാണ് റൂബ്രിക്ക്. ഹെയർ ഫാളിംഗ് ഫ്രം ബിയേർഡ് ആണെങ്കിൽ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പോവാ, ഫേസിൽ ഫാളിംഗ് ഓഫ് വിസ്കേഴ്സ്. പിന്നെ ഓർക്കൈറ്റിസ് ആഫ്റ്റർ മംസ് അഗെയിൻ അത് നമുക്ക് 2 ചാപ്റ്ററിൽ കിട്ടും, ഫേസ് എന്നുള്ള ചാപ്റ്റേഴ്സിലും കിട്ടും. അതുപോലെ തന്നെ ജെനിറ്റാലിയ മെയിലും നമുക്ക് എന്ത് കിട്ടും, ഓർക്കൈറ്റിസ് ആഫ്റ്റർ മംസ്. ഫേസിലാണെങ്കിൽ ഇൻഫ്ലമേഷൻ, പരോട്ടിഡ്, മെറ്റാസ്റ്റാസിസ് ടു ടെസ്റ്റിസ് അങ്ങനെ ആയിരിക്കും. ജെനിറ്റാലിയ ഫീമെയിൽ ആണ് എന്തായിരിക്കും, ഇൻഫ്ലമേഷൻ, ടെസ്റ്റിസ്, മംസ് ഫ്രം, അങ്ങനെ ആയിരിക്കും റൂബ്രിക്ക് വരിക കേട്ടോ. അപ്പൊ 2 ഇതായാലും നമുക്ക് റൂബ്രിക്ക് 2 സ്ഥലത്തും കിട്ടും, ഫേസിലും കിട്ടും, ജെനിറ്റാലിയ മെയിലും കിട്ടും. പിന്നെ ഡിസൈഡ് ടു സ്ട്രൈക്ക് അറ്റ് ഹിസ് ഫേസ്. ഫേസിൽ സ്ട്രൈക്ക് ചെയ്യാൻ അവിടെ ഒരു ഫേസ് ഉണ്ട്, ആ ഫേസ് നമ്മൾ ഫേസ് ചാപ്റ്ററിലോട്ട് പോകരുത്. അവിടെ മൈൻഡ് സ്ട്രൈക്കിംഗ്, ഡിസൈഡ് ടു സ്ട്രൈക്ക് അറ്റ് ഹിസ് ഫേസ് ആണ് റൂബ്രിക്ക്. മൈൻഡിൽ സ്ട്രൈക്കിംഗ്, ഡിസൈഡ് ടു സ്ട്രൈക്ക് അറ്റ് ഹിറ്റ്സ് ഫേസ് എന്നാണ് അവിടുത്തെ റൂബ്രിക്ക്. പിന്നെ അടുത്തത് സ്പിറ്റ്സ് ഇൻ ഫേസ് ഓഫ് പ്യൂപ്പിളിന്റെ ഫേസിൽ സ്പിറ്റ് ചെയ്യാം, അതും ഒരു മെന്റൽ റൂബ്രിക്കാണ്. മൈൻഡ് സ്പിറ്റ്സ് എന്നാണ് കേട്ടോ. അവിടെ ഫേസ് കണ്ടതുകൊണ്ട് ഫേസ് ചാപ്റ്ററിലോട്ട് പോകരുത്, അവിടെ മൈൻഡ് സ്പിറ്റ്സ് എന്നാണ് റൂബ്രിക്ക്.
അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് റൂബ്രിക് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഹെയർ ഫാളിങ് ഓൺ ചൈൽഡ് ഫേസ് തന്നെയാണ്. ഹെയർ ഫാളിങ് ഫ്രം ബിയേർഡ് ഫേസിലാണ്. ഓർക്കൈറ്റിസ് ആഫ്റ്റർ മംസ് നമുക്ക് ഫേസിലും ജെനിറ്റാലിയിലും കിട്ടും. പിന്നെ ഡിസൈഡ് ടു സ്ട്രൈക്ക് അറ്റ് ഹിസ് ഫേസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് സ്ട്രൈക്കിംഗ്. സ്പിറ്റ് ഇൻ ഫേസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മൈൻഡ് സ്പിറ്റ്സ്. ഇനി മൗത്ത്